എല്ലാവർക്കും സംശയമുണ്ട്. ഞാൻ കള്ളനാണ്, പറ്റിപ്പാണ്, അപ്പം എടുക്കാൻ വേണ്ടി ചുമ്മാ ആൾക്കാരെ പറ്റിക്കുകയാണ് എന്നൊക്കെ പറയുന്ന മറുപടി ഞാൻ പ്രൂഫ് അടക്കം ഇട്ടിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഈ വിമർശിക്കുന്നവർ ആരായിരുന്നാലും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് വരിക. ഞാൻ തെളിയിച്ചു തരാം. എനിക്ക് വേറെ മടിയും കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇനി ഇങ്ങനെ പൈസ കൊടുത്താണ് ആൾക്കാരെ കൊണ്ടിങ്ങനെ പറയിപ്പിക്കുന്നത് ഞാൻ കള്ളനാണെന്ന് പറ്റിപ്പനാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും കൊണ്ട് വരിക. മനസ്സിലായില്ലേ? എൻ്റെ അടുത്ത് അപ്പോയിൻമെന്റ് എടുക്കുക. മനസ്സിലായില്ലേ? അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഈ കമന്റ് ബോക്സിൽ കിടന്ന് അവയാതം കാണിക്കാൻ, കമന്റ് ബോക്സിൽ കിടന്നിട്ട് നിങ്ങൾ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെയാണ് ഞാൻ പറഞ്ഞത്, എവിടെയാണ് വിമർശനം, നിങ്ങൾക്ക് എവിടെയാണ് ഏത് പോയിന്റിലാണ് തെറ്റ് എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. അങ്ങനെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ ഒരു കമന്റ് ഇട്ട് അംഗീകരിക്കും. അല്ലാതെ നീ പറ്റിപ്പനാണ്, അതിൽ നീ ഉടായിപ്പാണെന്ന് പറഞ്ഞ എന്ത് ഉടായിപ്പ്, എന്ത് പറ്റിപ്പ്, അതും കൂടെ നിങ്ങൾ പറയണം. ചുമ്മാ ഇതിനെ കമന്റ് കാര്യമില്ല. മനസ്സിലായില്ലേ? അതിനകത്ത് എന്തോ ഞാൻ എന്തൊരു ഫേക്കാണ്, ഞാൻ ഫേക്കാണെങ്കിൽ ഞാൻ എവിടെയാണ് ഫേക്ക് കാണിച്ചത് അത് പറയണം. മനസ്സിലായില്ലേ? അപ്പോ ഇതാണ് കാര്യം. ഞാൻ ഇപ്പോഴും ചലഞ്ച് ചെയ്യാണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും കൊണ്ട് എൻ്റെ അടുത്ത് വരിക. ഞാൻ തെളിയിച്ചു തരാം. എത്ര വലിയ എത്തിസ്റ്റ് ആയാലും ശരി തന്നെ, എത്ര വലിയ നിരീശ്വരവാദിയായാലും ശരി തന്നെ, എത്ര വലിയ മറ്റായാലും ശരി തന്നെ. കേട്ടാ? അപ്പോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. കേട്ടാ? പിന്നെ ഹാറ്റേഴ്സിൻ്റെ അടുത്ത് ഒരു കാര്യം, കമന്റ് ബോക്സിൽ കിടന്ന് അവയാതം പറഞ്ഞ ഒരു കാര്യം, ഞാനിപ്പോൾ ഈ വീഡിയോയും കൂടെ ഇടും. അതും കൂടെ നിങ്ങൾ കണ്ടിട്ട് മനസ്സ് നിറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. കേട്ടോ? പ്രൂഫ് അടക്കം വെച്ച് വീഡിയോ ഇടും. അതും ഇപ്പം ഇടും, ഇതിൻ്റെ അറ്റാച്ച് ചെയ്ത് ഇടും. അതും കൂടെ കണ്ടിട്ട് പോയാൽ മതി. അപ്പോൾ ശരി. എനിക്ക് ഹോറോസ്കോപ്പിലൊന്നും അത്ര വിശ്വാസമുള്ള ഒരു മനുഷ്യനൊന്നും അല്ലായിരുന്നു. പക്ഷെ ഈ അടുത്തിടയിൽ എനിക്കുണ്ടായ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് എനിക്ക് അതിനോട് ചെറിയൊരു വിശ്വാസം വന്നു തുടങ്ങിയായിരുന്നു. ഞാനിന്നിപ്പോ പുള്ളി ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് പറഞ്ഞത്. ഞാൻ പുള്ളിയുടെ അടുത്ത് ജസ്റ്റ് ഹോറോസ്കോപ്പ് ഒന്ന് നോക്കിച്ചു. അപ്പോൾ എന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അത്ര കൃത്യമായിട്ട് പുള്ളിക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ എന്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നത്, അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള ഇതൊക്കെ തന്നെ ഏറെക്കുറെ നടന്ന കാര്യങ്ങളൊക്കെ പുള്ളി തന്നെ ഏറെക്കുറെ പ്രെഡിക്റ്റ് ചെയ്തൊക്കെ പറഞ്ഞു. എനിക്കിപ്പോ അതൊക്കെ അടിപൊളി പരിപാടിയായിട്ടാ തോന്നി. ക്രിസ്പർ ബ്രോ എന്റെ ആസ്ട്രോളജി നോക്കി ഓക്കെ ആയിരുന്നു. ലൈക്ക് കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ കൂടെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു. അതിൽ ഏറ്റവും ഷോക്കിംഗ് ആയിട്ട് തോന്നിയതാണ് എന്റെ ലക്കി കളർ പച്ചയാണെന്ന് പറഞ്ഞു. പക്ഷെ പച്ച എന്റെ ഫേവറേറ്റ് കളർ. പിന്നെ അതുപോലെ എന്റെ ഭാവി എങ്ങനെയായിരിക്കും, കുറെ കാര്യങ്ങൾ എന്റെ മനസ്സിൽ തോന്നി എന്റെ പുള്ളിക്കാരൻ ഞാൻ പറയാതെ എൻ്റെ അടുത്ത് പറഞ്ഞു തിരിച്ചിങ്ങോട്ട്. സമൂഹവും ഞാനും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും, എന്റെ സ്വഭാവം എങ്ങനെയാണ്, പിന്നെ എങ്ങനത്തെ പാർട്ണറായിരിക്കും, അങ്ങനത്തെ ഞാൻ എന്റെ ഹോറോസ്കോപ്പ് അണ്ണനെ കൊണ്ട് നോക്കിച്ച് ഒരു രക്ഷയില്ല. പുള്ളി തിരുവനന്തപുരത്ത് കിടക്കുന്നു, ഞാൻ കോട്ടയത്ത് കിടക്കുന്നു. പുള്ളി ഓരോ സാധനങ്ങൾ കണക്ട് ചെയ്ത് പറഞ്ഞപ്പോ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഇതൊക്കെ എങ്ങനെ പറ്റുന്നത്? ഓരോന്ന് കണക്ട് ചെയ്ത് പറയുന്ന സംഭവങ്ങളൊക്കെ നിങ്ങളോട് ട്രൈ ചെയ്ത് നോക്ക്. കാര്യങ്ങളും എന്റേത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. എനിക്ക് അങ്ങനെ ബ്രോ ഫ്രീക്ക് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്റെ കാര്യങ്ങൾ ഏകദേശം ബ്രോ പറഞ്ഞ കറക്റ്റാണ്. എന്റെ റിലേഷൻ്റെത് അതെല്ലാം കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. ബാക്കിയുള്ളവരുടെ ഇങ്ങനെ എനിക്കറിയിട്ടില്ല ബ്രോ. പക്ഷെ ബ്രോ എന്റെതല്ല ഏകദേശമൊക്കെ എനിക്കിതായിട്ടുണ്ട്. ബാക്കിയുള്ള എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ആസ്ട്രോളജി ഒരു തട്ടിപ്പാണെന്നുള്ള ഒരു രീതിയിലായിരുന്നു. കൂടുതലും എനിക്ക് എത്തിയസ്റ്റ് ലെവലൊക്കെ ആയിരുന്നു ഞാൻ. പക്ഷെ ബ്രോയുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന ഗ്രൂപ്പിലൊക്കെ പലരും ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കൊക്കെ ഈ റൈ ഉൾപ്പെടെ പറഞ്ഞപ്പോഴത്തേക്ക് വന്നതൊക്കെ ഇത് തോന്നി. അന്നേരം ഞാൻ ബ്രോയുടെ അടുത്ത് വന്നതൊക്കെ. പക്ഷെ എനിക്ക് എന്റെ ജനിച്ച ടൈം പോലും ഞാൻ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും എന്റെ നാളും ജനിച്ച വർഷവും ഡേറ്റും ഒക്കെ വെച്ചിട്ട് ബ്രോ ടൈം ഇത് കിട്ടിയില്ലെങ്കിൽ പോലും വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് തന്നെ ബ്രോ പറഞ്ഞു. അതൊക്കെ വളരെ അതിശയിക്കുന്ന കാര്യം തന്നെയാണ്. ഞെട്ടിപ്പോയി, സത്യം പറയാൻ ഞെട്ടിപ്പോയി. കാരണം മിക്ക പല കാര്യങ്ങളും റിലേറ്റബിൾ അനിയന്റെ കാര്യമാണെങ്കിലും കൃഷിയോടുള്ള കാര്യമാണെങ്കിലും പിന്നെ ഗേൾഫ്രണ്ടിന്റെ കാര്യമാണെങ്കിലൊക്കെ റിലേഷൻഷിപ്പില് ശത്രുക്കളുടെ ആണെങ്കിലൊക്കെ പരിഹാരത്തിന്റെ ആണെങ്കിലൊക്കെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ തോന്നുന്നത്. എന്തുകൊണ്ടും കാരണം
പിന്നെ അതിന് പരിഹാരമായിട്ട് പറയാൻ എൻ്റെ ഫ്യൂച്ചറിൻ്റെ ഫോക്കസിന് പഠിത്തം പണമാണ് പ്രധാനം എന്നൊക്കെ നമുക്ക് നല്ലൊരു മോട്ടിവേഷനും ഏത് വഴിയിലൂടെയാണ് നേർവഴിക്കാണ് പോകേണ്ടതുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നിട്ടുണ്ട്. ഞാൻ ക്രിസ്പറിന്റെ അടുത്ത് ഇങ്ങനെ ഒരു ആസ്ട്രോളജി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും എൻ്റെ അനിയന്റെ കാര്യം അറിയാനാണ് ഞാനത് ചോദിച്ചത്. അപ്പോ ഞാൻ നോക്കിയപ്പോ പല കാര്യങ്ങളും പറയുന്നത് ശരിയായിട്ട് വരുന്നുണ്ട്. ഇപ്പോ ഒരു കാര്യം പ്രൊഡിക്റ്റ് ചെയ്തു, അതായത് എൻ്റെ അനിയനെ ഒരു കാലിനൊരു പ്രശ്നം വരുന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോ തൊട്ടടുപ്പ തന്നെ മീൻസ് അധികം സമയം നിർത്തിയില്ല, അപ്പോഴേക്കും ഒരു 2-3 ദിവസം കഴിഞ്ഞ ആ ഒരു ടൈമിലായപ്പോഴേക്കും ഒരു കാർ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ചെറുതായിട്ട് കാലിന്റെ ലിഗമെന്റ് ഒന്ന് ചെറുതായിട്ട് വലിഞ്ഞു. അതിപ്പോ എങ്ങനെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാനിങ്ങനെ ആസ്ട്രോളജിയിലൊന്നും ഞാൻ മുന്നേ ഒന്നും എവിടെയും ഇത് പോയി നോക്കിയിട്ടൊന്നുമില്ല. വീട്ടുകാർ ഇങ്ങനെ പലതും നോക്കുമെങ്കിലും എനിക്കിതിൽ വലിയൊരു വിശ്വാസമൊന്നുമില്ല. പക്ഷെ ഇവൻ പറയുന്ന പല പാറ്റേൺസും കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ എൻ്റെ ഗേൾ ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞു. പിന്നെ എല്ലാരും ഈ ചിലവർക്ക് വിശ്വാസം വരൂല, അതായത് സയന്റിഫിക്കലി പ്രൂവ് അല്ലെന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ ശാസ്ത്രത്തിനൊന്നും തെളിയിക്കാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങൾ ഇന്നും മറിഞ്ഞു കിടപ്പുണ്ട്. കാരണം ഈ ജ്യോതിഷത്തിന്റെ കാര്യമായിരുന്നാലും പിന്നെ ഈ പ്രകൃതിയുടെ കാര്യം, ദൈവം എന്ന് പറഞ്ഞാൽ ഈ മതവിശ്വാസമായിട്ട് പറയണതല്ല, അല്ലാതെ ഒരു ശക്തി എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവം എന്നാണ് ആ ഒരു ഇത്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇതൊന്നും ശാസ്ത്രത്തിനൊന്നും തെളിയിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ എന്നാലും എനിക്ക് വിശ്വാസം വരാത്തതെന്ന് വെച്ചാൽ ഈ എന്താ പറയാ, എന്റെ ശരീരത്തിലുള്ള മറുകിന്റെ കാര്യങ്ങൾ, ശരീര പ്രകൃതിയുടെ ആ ഒരു കാര്യങ്ങളും, പിന്നെ അതോടൊപ്പം ഈ കുടുംബത്തിലുള്ളവരുടെ ഒക്കെ അതിന്റെ കാര്യങ്ങൾ. പിന്നെ ബെസ്റ്റ് പ്രൂഫ് എന്ന് പറയുന്നത് ആദ്യം ചോദിച്ചത് നമ്മുടെ കൂട്ടുകാരുടെ കാര്യം. അതായത് ഏറ്റവും അടുത്ത കൂട്ടുകാരുടെ അക്ഷരം തുടങ്ങുന്നതിന്റെ കൂടെ തുടങ്ങുന്ന ആ ഒരു അക്ഷരം, അത് കുറവ് പറഞ്ഞത് അത്തക്കാരാണ്. പിന്നെ അവരുടെ അച്ഛന്റെ പേരിൽ തുടങ്ങുന്ന അക്ഷരം, അതും കുറവ് പറഞ്ഞത് നേർക്കാണ്. അത് മാത്രമല്ല എന്റെ ദേഹത്തുള്ള മറുകിന്റെ കാര്യം സത്യം പറഞ്ഞ നേരിട്ട് പോലും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ബ്രോക്ക് പറയാൻ പറ്റിയെന്നാണ്. അതുപോലെ തന്നെ ഇവിടെ കുടുംബത്തിലുള്ള കാര്യം, പിന്നെ മറ്റേ വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവനോടാവരുത്. വരട്ടെ. സബ് ഇൻസ്പെക്ടർ ബാലു ദാമോദർ.